നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിത്യരി മീനാക്ഷി. അപ്പോൾ ചേച്ചി ഇന്ന് എനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം മക്കളെക്കുറിച്ചാണ്. മക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പഴമക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി മക്കളിൽ നിന്നാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഇനി വരുന്ന പുതിയ തലമുറകളെല്ലാം ഈ മക്കളുടെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനം മക്കളല്ലേ? നമ്മുടെ ഈ സമൂഹത്തിലെ മാതൃകയാവേണ്ടവരാണ് മക്കൾ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കാലഘട്ടത്തിൽ 180% മക്കളും ഒന്നെങ്കിൽ ലഹരിക്കടിമ, അല്ലെങ്കിൽ നമ്മൾ എന്നും സ്ഥിരം കേൾക്കുന്ന കുറച്ച് വാർത്തകളുണ്ട്. മകൾ അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ മകൻ അമ്മയെ കൊന്നു, അല്ലെങ്കിൽ ലഹരിക്കടിമയായ മക്കളിലെ കാരണം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ അവൾ വളർന്നു വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ജീവിതാന്തരീക്ഷം, അല്ലെങ്കിൽ സ്കൂൾ, കോളേജ് എന്നിവ ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന തെറ്റായ അറിവുകൾ, ഇവയെല്ലാം ഇതിന് കാരണമല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് കുട്ടികളെ മാത്രം തെറ്റ് പറയാൻ സാധിക്കില്ല. അവർ വളർന്നു വരുന്ന സാഹചര്യത്തെ നമുക്ക് കാരണമാണ്, ഇതിനെല്ലാം കാരണമാണ്. നമ്മുടെ കുടുംബത്തിൽ പ്രകാശം നൽകുന്നവരാണ് കുട്ടികൾ. അതുപോലെ ഒരു കാര്യമുണ്ട്, അവർ നല്ലൊരു അന്വേഷകരായിരിക്കണം. ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ചെറിയ അറിവെങ്കിലും അവർക്ക് എപ്പോഴും ഉണ്ടാവണം. എല്ലാ കാര്യം നല്ലപോലെ വീക്ഷിക്കണം. അപ്പോൾ ശരി എന്തെന്നും തെറ്റെന്തെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വരും. കുറച്ചാളുകൾ ആ ചോദ്യത്തിന് മുന്നിൽ പതറി ആത്മഹത്യ ചെയ്യും. വേറെ ചിലർ ആ ചോദ്യത്തിന് തെറ്റായ ഉത്തരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകും. ചിലർ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി മറികടന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും ശരിയെന്തെന്നും തെറ്റെന്തെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കെപ്പോഴും ഉണ്ടാവണം. പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പാക്കെടുത്ത് നമുക്ക് മടി വയ്ക്കാൻ സാധിക്കും, പക്ഷേ ഒരിക്കലും നമുക്കെടുത്ത് മടി വയ്ക്കാൻ സാധിക്കില്ല. ഇത് പഴമക്കാർ പറയുന്നത് മാതാപിതാക്കളിലൂടെയാണ്. പക്ഷേ മാതാപിതാക്കൾക്കാർ ഉപരി മക്കൾ അത് മനസ്സിലാക്കണം. അതല്ലേ ഏറ്റവും നല്ലത്? ഈ പറഞ്ഞു വന്നതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. പക്ഷേ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ശരിയിലൂടെ മാത്രം ലക്ഷ്യത്തിലേക്ക് പോവുക. എപ്പോഴും അതിന് മാത്രം സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ നിത്യതി മീനാക്ഷി മോൾക്ക് കൊടുത്ത സബ്ജക്റ്റ് മക്കളാണ് അല്ലേ? അപ്പോൾ അവളും ഒരു മകളാണ്.